ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഒട്ടകത്തിൻ്റെ കബ്സയാണ്. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മുടെ ബീഫിൻ്റെ അതേ ടേസ്റ്റാണുള്ളത്. ആദ്യമൊക്കെ ഒട്ടകത്തിൻ്റെ ഇറച്ചി വാങ്ങിച്ച് കഴിഞ്ഞാൽ കഴിക്കുമല്ലോ, എന്തോ ഒരു ഇഷ്ടക്കേട് കാണിച്ചിരിക്കും. ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. അപ്പം പിന്നീട് കഴിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ ബീഫിൻ്റെ അതേ രുചിയാണുള്ളത്. ഒട്ടും വേറായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതേ രുചിയിലായപ്പം പിന്നീട് അതങ്ങനെ ഇഷ്ടപ്പെട്ടു വന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒട്ടക കബ്സയാണ്, ക്യാമൽ കബ്സ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോയിൽ കുറച്ചും കൂടി കൂടുതലുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഇറച്ചി. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ട് കുറച്ച് കറാമ്പട്ടയും കറാമ്പൂവും ഏലക്കായും പിന്നെ മല്ലി, പച്ചമല്ലിയും അതുപോലെ തന്നെ കുരുമുളക്, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലി, കുരുമുളകൊക്കെ 1 ടേബിൾ സ്പൂൺ അങ്ങനെ കണക്കിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം, നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം. അപ്പോൾ അത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മുടെ ഒട്ടകത്തിന് ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്, ചെറിയ പീസായിരിക്കുമ്പോൾ അത്ര കണ്ട് രുചി കിട്ടില്ല. നമ്മൾ വലിയ പീസാക്കി കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും രുചി. അപ്പോൾ അങ്ങനെ എല്ലോ ഒക്കെ ഉണ്ട് ഇതിൽ, എല്ലോടുള്ള പീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പേസ്റ്റാക്കിയതും, അതുപോലെ തന്നെ ഒരു 2 തക്കാളി ഞാൻ സ്ലൈസാക്കി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടി ഉണ്ടല്ലോ, അത് ആ മസാല പൗഡറും ഒരു ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ അറബിക് കബ്സ മസാല എന്ന് പറഞ്ഞാൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് അതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിലോട്ട് ഞാൻ ഇതാ 1 ടേബിൾ സ്പൂൺ മറ്റേ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് എടുക്കുക. ഇനി നമുക്ക് കുക്കറിൽ വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നല്ല വേവുണ്ട് ഈ ഒട്ടകത്തിന്. അപ്പോൾ അത് വേവാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് നന്നായിട്ട് വെന്ത് വരും വേണം. പിന്നെ അതിൻ്റെ ആ സ്റ്റോക്ക് അതിൽ ഉണ്ടായിട്ട് വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഒരു 6, 7, 8 വിസിലൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. ഒരു 8 വിസിലോളം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നല്ല വേവുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തതും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വേവിക്കാൻ വെച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ടയും കറാമ്പൂവും കറാമ്പട്ടയും ഏലക്കായും ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ലെമണും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ച അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെല്ല ബസ്മതി റൈസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അരി ഞാൻ ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വേവിക്കാൻ വെച്ചു. പിന്നെ ഇത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു കളറിങ്ങിന് വേണ്ടി ചേർക്കുന്നതാണ്. കുറച്ച് ചൂടുള്ള പാലിൽ ഒരു പിഞ്ച് നമ്മുടെ സാഫ്രണ് ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. കുറച്ച് സമയം അത് അതിൽ കിടന്ന് കുതിർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കളറങ്ങ് വരാൻ വേണ്ടി അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഒട്ടകം നമ്മൾ വെച്ചിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് വരണം, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിതാ അതിൻ്റെ മേലോട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തീ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്കി വെച്ച റൈസൊക്കെ അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സമയം നമ്മൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഒന്ന് ഓയിലിൽ വറുത്തിട്ട് ചേർക്കണത് നല്ല രസമായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് കടിക്കുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് ഇടാൻ മറന്നു പോയതാണ്. അതിട്ട് കൊടുക്കുകയാണ്, നല്ല രുചിയാണ്. അപ്പം പിന്നെ കുറച്ച് 4-5 പച്ചമുളകൊക്കെ ഒന്ന് അതിനുള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലിൽ സാഫ്രൺ കലക്കിയത് അതും അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല രുചിയാണ് കേട്ടോ ഈ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലൊന്ന് അതൊന്ന് കുക്കായി എടുക്കുകയാണ്. കാരണം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചോറിലോട്ട് ചേർന്ന് വരണം. അപ്പോൾ അതിനായിട്ട് 10 മിനിറ്റ് അങ്ങനെ സിമ്മിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അത് 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ റൈസൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്.
അധികം നമ്മൾ ഇളക്കി ആക്കരുത്, അപ്പം ഒക്കെ ഒടിഞ്ഞു പോകും റൈസൊക്കെ. അപ്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാനും. ഇനി ഈ ഇനി ഈ റൈസും നമ്മുടെ മസാല ഉണ്ടല്ലോ അടിയിൽ വരുന്ന ഒട്ടകത്തിൻ്റെ മസാല, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ചോറും ആ മസാലയും ഒക്കെ മിക്സായി വരുമ്പോഴാണ് കറക്റ്റ് രുചി കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.